സ്നേഹിക്കുക, സമൂഹത്തെ സ്നേഹിക്കുക, നമ്മുടെ ദൈവത്തിന് സന്തതികളായ ദൈവത്തെ സ്നേഹിക്കുക. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കാനാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വിനീതമായ നമസ്കാരം. വീണ്ടും ഒന്നുകൂടി ഒത്തുകൂടാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതും നമ്മുടെ ഇമ്മാനുവൽ കൃപ പോലെ ഇതുപോലെയുള്ള നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ വീണ്ടും ഒത്തുകൂടി ചാച്ചന്മാരുടെ ഓർമ്മ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും. ഒരുപാട് പേരൊന്നുമില്ല, വളരെ ചുരുങ്ങിയ ക്ഷണം മാത്രമേ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. കാരണം നമ്മൾ വലിയ ഹോളൊക്കെ എടുത്തിട്ട് നമ്മൾ പരിപാടി നടത്തുമ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ചെലവ് വരുന്നുണ്ട്. ഹോളിൻ്റെ വാടക, ഫുഡ്, വലിയൊരു സദ്യയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ആ ചെലവ് പരിഹരിച്ച് ഒന്ന് ഒതുക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പൈസ കൂടി ഉപയോഗിച്ച് 1-2 പേർക്ക് കൂടി നമുക്ക് ചെറിയ സഹായം കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറുതായി ഈ പരിപാടി ഇവിടെ ചുരുക്കി നടത്തുന്നത്. അടുത്തത് നമ്മളെ വിളിക്കുന്നത് നമ്മുടെ അശോകൻ ചേട്ടന്റെ ചേച്ചിയാണ് വന്നിരിക്കുന്നത്. ചേച്ചി കണ്ടിലേക്ക് കയറി വന്നു. അടുത്ത നമ്മുടെ വിനീത. പണ്ടുകാലം മുതൽ ആരെങ്കിലും വിശന്ന് വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ പോലും ആരെങ്കിലും കയറി വന്നാൽ അവർക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കുക, അവരൊരു വളരെ നിർബന്ധിച്ച് അവരെ ഭക്ഷണം കഴിപ്പിക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതെന്തായാലും അവരുടെ മകളായ സോബി ഏറ്റെടുത്ത് ഈ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം ഈ മറ്റുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഈ കാരണന്മാരെ എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസിനെ നോക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ വെമ്പലോട് ഓടി നടന്ന ഈ കാലഘട്ടത്തിൽ പോലും സോബി അത് മറക്കാതെ എല്ലാ വർഷവും ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നതിൽ വളരെ അഭിമാനത്തോടെ ഞാൻ സോബിയെ കേസിനെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും ഇന്നിവിടെ കൂടി വരുന്നതിന് എല്ലാവരും സഹകരിച്ച് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതിലൂടെ വരാനും നിങ്ങളൊക്കെ വീണ്ടും കാണാനും നിങ്ങളോട് അല്പം സമയം ചെലവഴിക്കാനും കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ ഞങ്ങളുടെ നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ്. നല്ലോണം പഠിച്ച് ജോലി കിട്ടുമ്പോ എന്നെ കാണാമല്ലോ. ഉറപ്പായിട്ടും വരും. അല്ല സ്വർണ്ണമായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ മേത്തുള്ള ചൊറി, ചരങ്ങ്, പുണ്ണ്, പാണ്ടകളൊക്കെ ശരിക്കും പോകും. നല്ല സോപ്പ്, നല്ല സോപ്പറല്ല അതൊക്കെ ശരിക്കും നല്ല വാസനയുണ്ട്. അതൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ മേത്ത് ഇതൊക്കെ പോകും. അതിൽ വന്നു
ജീവിതം ശാശ്വതമെന്നും മനസ്സിൽ കരുതല്ലേ. മനുഷ്യായിന്നല്ലെങ്കിൽ നാളെയെല്ലാം വേടിഞ്ഞു നീ യാത്ര